നമസ്കാരം. ഇന്ന് മാർച്ച് 8, 2025. ഇന്ന് വുമൻസ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം സ്ത്രീകളും പുരുഷന്മാരൊക്കെ തുല്യരാണ് നമ്മുടെ ഭരണഘടനയിലൊക്കെ നമുക്കറിയാം. പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 4x4 അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മനോരമയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് സിയാലിൽ. വേൾഡ് ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ ഓട്ടോ വേൾഡ് എക്സ്പോ എന്ന് പറയുന്ന ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അവർ ശരിക്കും വാഹന പ്രേമികളെ മുൻകണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്രാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രാക്കിൽ വന്നേക്കാണ്. ഒബ്വിയസ്ലി എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ജിംനിയാണ്. മാരുതി ജിംനി വന്നുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഓഫ് റോഡിങ് എല്ലാവർക്കും ചെയ്യാന്നുള്ളതാണ്. ഓഫ് റോഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ട്രാക്കിലൂടെ ഓടിക്കുക അല്ലെങ്കിൽ ഒബ്സ്റ്റിക്കിൾസ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിലൊരു കുഴി കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഇത്തിരി ചളി കണ്ടാൽ അല്ലെങ്കിൽ ഒരു റോഡില്ലാത്ത സ്ഥലം കണ്ടാൽ അവിടേക്കൊക്കെ പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ളതാണ്. ആ ഒരു കാര്യമാണ്, അല്ലാണ്ട് ഒരു ഓഫ് റോഡിങ് പഠിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളല്ല. ജസ്റ്റ് ജിംനിയിൽ 4x4 എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ആ ഒരു പ്രവർത്തനവും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് പറഞ്ഞുതരാം. നമ്മളാരും പോളിടെക്നിക് പോയിട്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഇന്ന് വുമൻസ് ഡേ ആണ്. ഞാനെന്ത് പഠിപ്പിക്കാനാ? ഒരു വുമണിനെ കൊണ്ട് പഠിപ്പിക്കാം. വെൽക്കം ടു വണ്ടിപ്രാന്തൻ. ഇതാണ് ഞങ്ങളുടെ ജിംനി. ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഓഫ് റോഡ് ചെയ്തത്. ജിംനി റിയർ വീൽ ഡ്രൈവ് ആണ്. ഓഫ് റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവിലേക്ക് നമ്മൾ മാറ്റണം. 2H 4H 4 ലോ. 4H എന്ന് പറയുമ്പോൾ 4 വീലിലേക്കും പവർ വരും. ചെറിയ ഓഫ് റോഡിനൊക്കെ അത് മതി. 4H കുറഞ്ഞ സ്പീഡിൽ വേണമെങ്കിൽ നമുക്ക് റോഡിൽ ഓടിക്കാം, ചളിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ. ഇനി 4 ലോ, അത് എക്സ്ട്രീം കണ്ടീഷന് വേണ്ടിയിട്ടാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 4H ഇടാം. 4 ലോ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തണം. ഞാനിപ്പോൾ 4H ഇട്ടു. ഇനി ഡ്രൈവ് ഇട്ട് വണ്ടി അങ്ങ് ഓടിക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജിംനി ഓട്ടോമാറ്റിക്കിൽ ഓഫ് റോഡിങ് വളരെ ഈസിയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം കാര്യങ്ങൾ വണ്ടി തന്നെ ചെയ്തോളും. സാധാരണ
സാധാരണ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയ കുഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് അടി തട്ടുമോ എന്നുള്ള പേടി ഉണ്ടാവും മറ്റു വണ്ടികളാവുമ്പോൾ. ഇത് നമുക്ക് അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. മോശം റോഡുകളിൽ വളരെ ഈസി ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ജിംനി. സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റാണ്, തിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ വളഞ്ഞു വന്നോളണമെന്നില്ല. നമ്മൾ വളരെ ചെറിയ ഓഫ് റോഡിംഗ് ആണ് ചെയ്യുന്നത്. റോഡില്ലാത്തടത്ത് കൂടെ പോകണം, അതാണ് ഉദ്ദേശം. അതായത് ഒന്നിനും നമ്മളെ തടുക്കാൻ കഴിയരുത്. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ ബൈ ഫോർ ലോ നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ചെറിയ ഓഫ് റോഡുകൾക്ക് ഹൈ മതി. എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആണ് നല്ലത്. ഞാൻ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടില്ല. ഓഫ് റോഡിങ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ജിംനി ആയതുകൊണ്ട് ഈസി ആയിട്ട് തോന്നും നമുക്ക്. പക്ഷെ ഇതുവരെ ബേസിക് ആണ്. റോഡിലൂടെ ഓടിക്കാനുള്ള ഓഫ് റോഡിങ് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ജിംനി എനിക്ക് എന്ത് ഫ്രീഡം ആണ്. ഒരു കാര്യം കൂടി പഠിക്കാൻ പറ്റി. പെണ്ണുങ്ങളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയും. അങ്ങനെയല്ല, നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് നമുക്കത് ചെയ്യാം. ഹാപ്പി വുമൻസ് ഡേ.